മോളെ നീതു, ഇക്കാക്ക ഇതുവരെ എണീറ്റില്ലേ? നീ പോയൊന്ന് വിളിച്ചേ. ഓനിന്ന് കോളേജിലേക്കൊന്നും പോവണ്ടാണാവോ? എനിക്കറിയില്ല ഉമ്മ, ഞാൻ കുറെ നേരമായി വിളിക്കുന്നു. ഡോർ ഉള്ളിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്, തുറക്കുന്നില്ല. ഡോറ് തുറക്കുന്നില്ലാന്നോ? റബ്ബേ, എന്റെ കുട്ടിക്കിത് എന്ത് പറ്റി? ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന ഷാഹിന വെപ്രാളത്തോടെ കോണിപ്പടികൾ ഓടിക്കയറി മകൻ കിടന്നുറങ്ങുന്ന റൂമിന്റെ വാതിൽ ശക്തിയായി തട്ടി. മോനെ സോനു, വാതിൽ തുറക്കടാ. എന്താ നീ വാതിൽ തുറക്കാത്തെ? ഉമ്മാന്റെ വെപ്രാളത്തോടുള്ള വിളി കേട്ട് പേടിച്ചിട്ടാവാം സിനാൻ വേഗം വാതിൽ തുറന്നു. ഒരു നിമിഷം തന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ഭയത്താൽ കാർമേഘങ്ങൾ കൊണ്ട് ഇരുണ്ട ആകാശം പോലെയായ ആ മാതാവിന്റെ മുഖം മകനെ കണ്ടപ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിച്ചു. ഇളം പൈതലിനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ആ ഉമ്മ മകനോട് ചോദിച്ചു, രാവിലെ തന്നെ നീ മനുഷ്യനെ തീ തീറ്റിച്ചല്ലോടാ. ഇന്നെന്താ നിനക്ക് സ്കൂളിലേക്കൊന്നും പോണ്ടേ? നേരെ എത്രയെന്നറിയോ? എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നല്ലോ. ഒന്നുമില്ല അമ്മ, ഇന്ന് സ്കൂളുണ്ടാവില്ല. അതെന്താടാ? എന്തിനാ നീ കരയുന്നേ? സിനാൻ ഒന്നും മിണ്ടാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് വീണു. ഇത് കണ്ട ഷാഹിനാക്കും കരച്ചിൽ വന്നു തുടങ്ങി. മോനെ, നീ ഉമ്മാനെ ഇങ്ങനെ വിഷമിപ്പിക്കാണ്ട് എന്താ കാര്യം പറയടാ. നിന്റെ ഉമ്മയല്ലേ ചോദിക്കുന്നേ, കരയാതെ കാര്യം പറയടാ. സിനാൻ കണ്ണു തുടച്ച് കിടക്കയിൽ നിന്ന് എണീറ്റിരുന്ന് തേങ്ങലടക്കാൻ കഴിയാതെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഉമ്മാക്ക് ഓർമ്മയുണ്ടോ അന്ന് എന്റെ കൂടെ നമ്മുടെ വീട്ടിൽ വന്ന ദിൽഷാദ് എന്ന ആ കൂട്ടുകാരന്? പിന്നെ എപ്പോഴും ചിരിച്ചോണ്ട് സംസാരിക്കുന്ന ആ കുട്ടിയല്ലേ? അവനെ ഓർമ്മയില്ലാണ്ടിരിക്കൂ? അന്ന് ഞാനുണ്ടാക്കിയ പത്തിരിയും കോഴിക്കറിയും കഴിച്ച് ഓൻ നിന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു ഉമ്മാനെ കിട്ടിയത് നിന്റെ ഭാഗ്യംന്ന് ഓൻ തന്നെയാ എനിക്ക് നിന്റെ കള്ളത്തരങ്ങളൊക്കെ അന്ന് പറഞ്ഞു തന്നതും. നിന്റെ ക്ലാസ്സിലെ റസീന എന്ന് പറയുന്ന കുട്ടിയായിട്ട് നീ പ്രണയത്തിലാണെന്നൊക്കെ. ഉമ്മ തമാശ വീട് ഉമ്മ. ഉമ്മക്കറിയോ, ഓൻ ഓൻ പോയി. പോയെന്നോ? എങ്ങോട്ട് പോയി? അതെ, അവൻ പോയി വിശ്വാസവഞ്ചനയില്ലാത്ത മറ്റൊരു ലോകത്തേക്ക്. നീ ഇതെന്തൊക്കെയാടാ പറയുന്നേ? അതെ ഉമ്മ, അവൻ എന്റെ തന്നെ ക്ലാസ്സിലെ ഒരു കുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. അവരുടെ സ്നേഹം കണ്ടാൽ ആർക്കും അസൂയ തോന്നും. അത്രയ്ക്കും സ്നേഹത്തിലാ അവർ കഴിഞ്ഞിരുന്നത്. അവളില്ലാത്ത ഒരു ദിവസം പോലും അവൻ ക്ലാസ്സിലിരുന്നിരുന്നില്ല. അവനെ കൊണ്ട് പറ്റിയിരുന്നില്ല. എന്നിട്ട് എന്തു പറ്റി? ഓൾ അവനെ ചതിച്ചു. ഓളുടെ കല്യാണത്തിനാ ഞങ്ങൾ ഇന്നലെ പോയത്. ആ വിഷമത്തിൽ അവൻ കുറച്ചു മുന്നേ ആത്മഹത്യ ചെയ്തു. പടച്ചോനെ, ഞാൻ എന്തായി കേൾക്കുന്നേ? ഓ മരിച്ചോന്നോ? അതെ ഉമ്മ, അവനെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സമാധാനിപ്പിച്ചതാ. എന്നിട്ട് ഇന്നലെ ഞങ്ങളെ കൂടെ അവൻ കല്യാണത്തിനും പോന്നതാ. ഇന്നലെയും അവനെ എന്നത്തെയും പോലെ സന്തോഷത്തോടെ കൂടി തന്നെയാ നടന്നിരുന്നത്. പക്ഷെ എല്ലാത്തിനും കാരണം അവളാ അവനെ ചതിച്ചത്. അവന്റെ ശല്യം ഓൾക്ക് തീർന്നു കിട്ടിയില്ലേ? ഇനി അവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഷാഹിന പതുക്കെ മോന്റെ അരികിൽ ചെന്നിരുന്ന് അവനെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. ഒരു പക്ഷേ ആ കുട്ടി അവനെ ചതിച്ചതാവില്ല. സാഹചര്യം അവളെ ആ കല്യാണത്തിന് നിർബന്ധിച്ചതാവാം. വീട്ടുകാരുടെയും ബന്ധുക്കാരുടെയും നിർബന്ധങ്ങൾക്ക് മുന്നിൽ തന്റെ സ്വപ്നങ്ങൾ, ഇഷ്ടങ്ങൾ ബലിയിറക്കപ്പെടാൻ വിധിച്ച എത്രയോ പെൺകുട്ടികളുണ്ടങ്ങനെ. പക്ഷേ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കിട്ടുന്ന പേരോ കാമുകനെ ചതിച്ചവൾ ഇനി വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ പോയാലോ? ഇന്നലെ കണ്ടവന്റെ കൂടെ ഒളിച്ചോടിയവളെന്ന പേരും. പണ്ട് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലുമുണ്ടായിരുന്നു ഒരു പ്രണയം. ഓർമ്മ വെച്ച നാൾ, ഒരുമിച്ച് കളിച്ചു വളർന്ന 2 ജന്മങ്ങൾ. 2 വീടുകളും തമ്മിൽ അധികം ദൂരമല്ലാത്തതും അതിലുപരി അവർ ബന്ധുക്കളാണെന്നുള്ളതും അവരെ തമ്മിൽ കൂടുതൽ അടുപ്പിച്ചു. കുഞ്ഞോൻ എവിടെയുണ്ടോ അവിടെ മാളവുമുണ്ടെന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ. അവരുടെ കുട്ടിക്കാലത്തെ വിളിപ്പേരായിരുന്നു ട്ടോ കുഞ്ഞോനും മാളവും. അവരുടെ പരസ്പര സ്നേഹം കണ്ടിട്ട് ഇടയ്ക്ക് വെച്ച് വീട്ടുകാരിൽ ആരോ ഒരാൾ പറഞ്ഞു, നമുക്ക്
മാളുവിനെ കുഞ്ഞോനെ കൊണ്ട് കെട്ടിക്കണമെന്ന്. അന്ന് നാണത്തോടുകൂടി കേട്ട കുഞ്ഞോനും മാളുവും പിന്നീടത് സ്വപ്നം കാണാൻ തുടങ്ങി. അവർ വളർന്നു. അതിനോടൊപ്പം അവരുടെ സ്നേഹവും. സ്കൂളിൽ പോകുന്നതും വരുന്നതുമെല്ലാം അവർ ഒരുമിച്ചായിരുന്നു. അവരുടെ സ്നേഹത്തിൽ പലരും അസൂയ പൂണ്ടു. ഒരു ദിവസം മാളുവിന്റെ ഒരു കൂട്ടുകാരി റൈഹാനത്ത് അവളോട് പറഞ്ഞു, ഡീ, നിന്റെ കുഞ്ഞോൻ ആളൊരു സുന്ദരനല്ലേ? എനിക്കോനെ ഭയങ്കര ഇഷ്ടം. നീ അവനോട് അതൊന്ന് പറയോ? അത് കേട്ട് മാളുവിന് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. പോടി, എന്റെ കുഞ്ഞോന് ഞാനുണ്ട്. അവൻ വേറൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കില്ല. പിന്നെയല്ലേ നീ? ഓ പിന്നെ, അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഞാൻ കാണാറുള്ളതാ. നീ ഓനോടൊന്ന് പറഞ്ഞു നോക്ക്. അവൻ ചിലപ്പോ നിന്നെ ഒരു പെങ്ങളായിട്ടാവും കാണുന്നത്. അത് കേട്ട് അവൾക്ക് സങ്കടം വന്നെങ്കിലും പുറത്ത് കാണിച്ചില്ല. എന്തായാലും കുഞ്ഞോനോടൊന്ന് ചോദിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. അന്ന് സ്കൂൾ വിട്ട് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് നടക്കുന്നേരം മാളു കുഞ്ഞോനോടത് ചോദിക്കാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന്, മാളുവിന് എന്നെ ഇഷ്ടല്ലേ? എന്താ കുഞ്ഞു അങ്ങനെ ചോദിച്ചേ? ഈ ഭൂമിയിൽ മറ്റാരെക്കാളും എനിക്കെന്റെ കുഞ്ഞുവിനെ തന്നെയാ ഇഷ്ടം. അതല്ല മാളു, എന്റെ ഫ്രണ്ട്സ് പറയാ നിനക്ക് എന്നെക്കാൾ നല്ല മൊഞ്ചുള്ള ചെക്കന്മാരെ കിട്ടും. അങ്ങനെയുള്ള ചെക്കന്മാരെ കിട്ടുമ്പോ നീ എന്നെ മറക്കുമെന്നും നീ അവരുടെ കൂടെ പോകുമെന്നും. അതൊക്കെ കേട്ടപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല മാളു. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല മാളു. എനിക്ക് ഈ സ്നേഹം ഇതുപോലെ മരണം വരെ നീ തരില്ലേ കുഞ്ഞു? കുട്ടിക്കാലം മുതൽ നമ്മുടെ കാൽപാദം ഒരുമിച്ച് പതിഞ്ഞ ഈ മണ്ണിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, എന്റെ ജീവിതത്തിൽ നീയല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല മാളു. സന്തോഷത്തോടുകൂടി കൈകൾ കോർത്തുപിടിച്ച് അവർ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാ കുഞ്ഞോനോട് ഉമ്മ ആ വാർത്ത പറഞ്ഞത്. ഡാ, നീ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ മാളുവിനെ കല്യാണം കഴിക്കാൻ ഒരു അറബി വന്നിട്ടുണ്ട്. ഒരിടുത്തി പോലെ കുഞ്ഞോന്റെ കാതിൽ ഉമ്മാന്റെ വാക്കുകൾ പതിഞ്ഞു. ഉമ്മ തുടർന്നു, ഗൾഫിലുള്ള ഓളുടെ മൂത്തമ്മാന്റെ മോന്റെ മുതലാളിയാ. വലിയ പൈസക്കാരനാത്രേ. അത് മാത്രല്ല, ഓളുടെ ആങ്ങള നമ്മുടെ അബൂന് അയാളുടെ കമ്പനിയിൽ ജോലിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞൂത്രേ. കുഴച്ച ചോറിൽ നിന്നും കൈയെടുത്ത് കുഞ്ഞോൻ മാളുവിന്റെ അരികിലേക്ക് ഓടി. ഡാ, നിക്കടാ, നീ എങ്ങട്ടാ ഈ പായുന്നേ? അറബി ഇപ്പൊ അവിടെ ഇല്ല, നാളെയുള്ളു വരൂ. അറബിയെ കാണാനുള്ള ചെക്കന്റെ ഓട്ടം കണ്ടില്ലേ? ഓന്റെ ഓട്ടം കണ്ട് ഉമ്മ കാര്യമറിയാതെ ചിരിച്ചു. അവൻ ഓടി മാളുവിന്റെ വീട്ടിലെത്തിയതും അവിടെ ഓളുടെ എത്താതെ നിൽക്കുന്നത് അവൻ കണ്ടു. ഡാ കുഞ്ഞു, എന്തിനാടാ നീ ഇങ്ങനെ ഓടുന്നത്? ഒന്നുമില്ല, നിങ്ങളെപ്പോഴാ വന്നേ? ആഹാ, നീ എന്നെ കാണാൻ വന്നതാണോ? ഞാനിപ്പോ വന്നവളടാ. നാളെ നമ്മുടെ മാളുവിനെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു അറബി വരികയില്ലേ, അതുകൊണ്ട് വന്നതാ. മാളു എവിടെ? അവള് കുളിക്കാടാ. പിന്നെ നിന്നോടെനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ കുഞ്ഞാത്തായ്ക്ക് നിങ്ങളെ രണ്ടുപേരെയും നല്ല പോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാനീ പറയുന്നത് കുഞ്ഞു ശ്രദ്ധിച്ചു കേൾക്കണം. അവളെ നീ മറക്കണം. നിനക്കറിയാലോ ഈ വീട്ടിലെ അവസ്ഥ. കടം കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുക. ബാങ്കുകാർ എപ്പോഴാ ഈ വീട് സ്ഥലവും ജപ്തി ചെയ്യാൻ വരണേന്ന് അറിയില്ല. എന്നെ കെട്ടിച്ച കടം തന്നെയുണ്ട് ഒരുപാട്. ഇവളുടെ കല്യാണത്തിനുള്ള എല്ലാ ചെലവും ആ അറബി എടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഷരീഫിന് നല്ല ജോലിയും കിട്ടും. അങ്ങനെ ഈ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് ഓർത്താ ഞാനും ഈ കല്യാണത്തിന് കൂട്ടുനിൽക്കുന്നത്. അല്ലാതെ ഇഷ്ടം ഉണ്ടായിട്ടല്ല. മാളും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ വന്ന സന്തോഷത്തില് ഇന്ന് മൊത്ത സന്തോഷത്തിന്റെ ദിവസമാണല്ലോ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തന്ന് കുളിക്കാൻ കയറിയതാ. പാവം, അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. സമ്മതിച്ചില്ലെങ്കിൽ എല്ലാവരും കൂടി അവളെ സമ്മതിപ്പിക്കും. നീ വിഷമിക്കരുത്. പിന്നെ അറബിക്ക് അവളുടെ ഫോട്ടോ കണ്ടപ്പോ തന്നെ ഓളെ ഇഷ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ കല്യാണം എന്തായാലും നടക്കും. ഒന്നും പറയാൻ കഴിയാതെ കുഞ്ഞോൻ വിറയ്ക്കുന്ന കാലുകളാൽ തളർന്ന മനസ്സുമായി തിരികെ വീട്ടിലേക്ക് നടന്നു. ഈ നിമിഷം ലോകമൊന്ന് അവസാനിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് അവൻ അപ്പോൾ ആഗ്രഹിച്ചു. വീട്ടിലെത്തി ആരോടും ഒന്നും മിണ്ടാതെ
അവൻ റൂമിൽ കയറി വാതിലടച്ചു കിടന്നു. പിറ്റേന്ന് നേരം വെളുത്തു. മാളുവിന്റെ വീട്ടിലെല്ലാവരും അറബിയുടെ വരവും കാത്ത് നിൽക്കുകയാണ്. കുഞ്ഞോൻ ഒന്ന് എണീക്കുക പോലും വയ്യാതെ അവിടെ തന്നെ കിടന്നു. പെട്ടെന്നാണ് ആരോ വാതിലിൽ മുട്ടിയത്. കുഞ്ഞു, കുഞ്ഞു, വാതിൽ തുറക്കടാ, ഞാനാ മാളു. കരഞ്ഞുകൊണ്ടുള്ള മാളുവിന്റെ വിളി കേട്ട് അവൻ വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്നു. കലങ്ങിയ കണ്ണുമായി വാതിൽ തുറന്ന കുഞ്ഞോന്റെ മുഖം കണ്ട് മാളുവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. എന്ത് കോലാടായത്! എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നീയെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. നീ അങ്ങോട്ടൊന്നും വന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ. കുഞ്ഞോൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. നിനക്കറിയോ, ഇന്നലെ ഉപ്പാന്റെ ഇക്കാക്കാന്റെ കയ്യിൽ നിന്ന് എത്ര തല്ല് ഞാൻ വാങ്ങിന്ന്? ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല കുഞ്ഞു. ഇന്നലെ രാത്രി ഇത്താത്ത പറഞ്ഞിട്ട് ഞാനെല്ലാം അറിയുന്നത്. ഞാൻ കുറെ എതിർത്ത് നോക്കി. പക്ഷെ ഉമ്മ ജീവൻ കളയുന്ന ഭീഷണി ഞാൻ സമ്മതിച്ചു കൊടുത്തതാ. ഇനി നീ പറ, ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് രണ്ടുപേർക്കും എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? വേണ്ട മോളു, നമ്മൾ സ്നേഹിക്കുന്നവരെ കണ്ണീരിലും അപമാനത്തിലുമാക്കി നമുക്കൊരു മാത്രമായി ഒരു ജീവിതം വേണ്ട. നിന്റെ താത്താക്ക് എല്ലാം അറിയാം. കുഞ്ഞാത്ത എന്നോടെല്ലാം പറഞ്ഞു. അപ്പോ കുഞ്ഞു നിന്നെ വേണ്ടല്ലേ? അതല്ല മോളു, അതല്ല ഞാൻ പറയുന്നത്. നീ ഒന്ന് മനസ്സിലാക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും മനസ്സിലാവുകയില്ല. എന്ന് പറഞ്ഞ് മാളു പൊട്ടിക്കരഞ്ഞ് ഓടിപ്പോയി. പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അധികം താമസിയാതെ മാളുവിന്റെ കല്യാണം കഴിഞ്ഞു. ഊണവും ഉറക്കവുമില്ലാത്ത ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു 100 തവണയെങ്കിലും ജീവിതം അവസാനിപ്പിക്കാൻ കുഞ്ഞു തുനിഞ്ഞതാണ്. പക്ഷേ മരണം വരെ അവന്റെ മാളുവിനെ അവന് കാണുകയെങ്കിലും ചെയ്യാലോ എന്നാലോചിച്ച് ഓരോ തവണയും അവൻ ആ പാപത്തിൽ നിന്നും പിന്തിരിഞ്ഞു. എന്നാൽ ആ പ്രതീക്ഷയ്ക്കും അധികം ആയുസ്സുണ്ടായില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. മാളുവിനെ കാണാനുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ അലയടിക്കാൻ തുടങ്ങി. അവൻ മനസ്സില്ലാ മനസ്സോടെ മാളുവിന്റെ വീട്ടിലേക്ക് ചെന്നു. മുറ്റത്ത് മാളുവിന്റെ ഉമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാ ഇത്? കുഞ്ഞോനോ? എന്താടാ, നിന്നിപ്പ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഏയ് ഒന്നുമില്ല, പനിയായിട്ട് കിടപ്പിലായിരുന്നു. അതെയോ? എന്നിട്ട് ഞാൻ നിന്നെ അന്വേഷിച്ചപ്പോ നിന്റെ ഉമ്മ അതൊന്നും പറഞ്ഞില്ലല്ലോ. അത് പോട്ടെ, പനി മാറിയോ? മാറി. മാളുവിടെ? മാളു, നിന്നെ ഇതാ കുഞ്ഞു വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഉമ്മ അകത്തേക്ക് പോയി. ഉടനെ മാളു പുറത്തേക്ക് വന്നു. മാളു എന്നോട് ദേഷ്യത്തിലാവും അല്ലേ? നോക്കു കുഞ്ഞു, ഇതാണ് മഹർ. ഇന്നലെ വരെ നിന്റെ കയ്യിൽ തൂങ്ങി നടന്നിരുന്ന മാളുവല്ല. വിവാഹമെന്നാൽ 2 ശരീരങ്ങൾ തമ്മിൽ ഒന്നുചേരൽ മാത്രമല്ല, 2 മനസ്സുകൾ തമ്മിലുള്ള കൂടിച്ചേരൽ കൂടിയാണെന്ന് മനസ്സിലാക്കാത്ത നിന്റെ മാളുവിന്റെ വീട്ടുകാർ ആ മാളുവിനെ മറ്റൊരാളെ ഏൽപ്പിച്ചു. ഇന്ന് ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. ഇനി കുഞ്ഞു എന്നെ കാണാൻ വരരുത്. നിന്റെ മാളു ഇവിടെയില്ല, അവൾ മരിച്ചു എന്ന് പറഞ്ഞ് സങ്കടം കടിച്ചമർത്തി ദേഷ്യത്തോടെ മാളു വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി. തകർന്ന മനസ്സുമായി കുഞ്ഞോൻ അവിടുന്ന് പടിയിറങ്ങി. ഇനി ഒരിക്കലും ആ പടി ചവിട്ടില്ലെന്ന ഉറപ്പിൽ ദിവസങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ മാളുവിനെ അറബി ഗൾഫിലേക്കും കൊണ്ടുപോയി. മരിച്ച മനസ്സും ജീവിക്കുന്ന ശരീരവുമായി കുഞ്ഞോൻ മാസങ്ങൾ തള്ളി നീക്കി. അവസാനം അവൻ മാളുവിന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്ന ഉറച്ച തീരുമാനത്തിലെത്തി. ഉമ്മയോട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഉമ്മ അരികിലേക്ക് വന്നത്. മോനെ, നീ അറിഞ്ഞോ, നമ്മുടെ മാള് വന്നിട്ടുണ്ട്. അതെയോ? ഞാൻ അവിടെ പോയിരുന്നു. നമ്മൾ വിചാരിച്ച പോലല്ല കുഞ്ഞു കാര്യങ്ങൾ. അവിടെ എത്തിയപ്പോ ആ അറബിയുടെ വീട്ടുകാരുടെ സ്വഭാവം മാറിയത്രേ. അവളെ മുത്തലാക്ക് ചൊല്ലി പറഞ്ഞയച്ചതാണെന്നാ കേൾക്കുന്നത്. അവളാണെങ്കിൽ ആരോടും ഒന്നും മിണ്ടുന്നില്ല. ഒരിക്കൽ ആ പടി ഇനി ചവിട്ടില്ലെന്നുറപ്പിച്ച കുഞ്ഞോൻ തന്റെ മാളുവിന് എന്താ പറ്റിയതെന്നറിയാൻ ആ പടി വീണ്ടും കയറി. കുഞ്ഞുവിനെ കണ്ടതും മാളുവിന്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞു. മോനെ, നമ്മുടെ മാളു. നിങ്ങള് കരയില്ലുമ്മ, ഞാനെല്ലാം അറിഞ്ഞു. അവളെവിടെ?
ആരോടും ഒന്നും മിണ്ടാതെ റൂമിൽ കഥ കടച്ചിരിക്കുക. നീ പോയി ഒന്ന് വിളിച്ചു നോക്കിയേ. മളു, മളു, ഞാനാ കുഞ്ഞു. വാതിൽ തുറന്നേ. അല്പനേരത്തെ മൗനത്തിന് ശേഷം മാളു വാതിൽ തുറന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണും വിതുമ്പുന്ന അവളുടെ അധരങ്ങളും പാതിയടഞ്ഞ കണ്ണുകളും അവളിൽ ഒരുപാട് മാറ്റം വരുത്തിയ പോലെ കുഞ്ഞുവിന് തോന്നി. മാളു, നിനക്ക് എന്തു പറ്റി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നമ്മളുടെ കാൽപാദം ഒരുമിച്ചല്ലാതെ പതിഞ്ഞിട്ടില്ലാത്ത ഈ മണ്ണിനെ സാക്ഷി നിർത്തി നിനക്ക് ഞാനൊരു വാക്ക് തന്നിരുന്നു. എൻ്റെ ജീവിതത്തിൽ നീയല്ലാതെ മറ്റൊരു പെണ്ണില്ലെന്ന്. ആർക്കും വേണ്ടെങ്കിൽ ഞാനെടുത്തോളാം എൻ്റെ മാളുവിനെ. പക്ഷെ അതിനെനിക്കൊരു ജോലിയാവുന്നത് വരെ നീ കാത്തു നിൽക്കണം. എന്റെ കുഞ്ഞുവിന് വേണ്ടി മരിക്കുന്നത് വരെ കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇനി അത് വേണ്ട. മറ്റൊരാൾ മഹറണിയിച്ച എന്നെയല്ലാതെ ആരും മഹറണിയിക്കാത്ത മറ്റൊരു പെണ്ണിനെയാണ് എന്റെ കുഞ്ഞുവിന് കിട്ടേണ്ടത്. എല്ലാം മറന്ന് അയാളുടെ കൂടെ ജീവിക്കാമെന്ന് ഞാനും കരുതിയത്. പക്ഷെ എങ്ങനെ പരസ്പരം ഒന്ന് മിണ്ടണമെങ്കിൽ എനിക്ക് അയാളുടെയോ അയാൾക്ക് എന്റെയോ ഭാഷ അറിയില്ല. അവസാനം ഗതി കെട്ടിട്ടാവണം അയാൾ എന്നെ ത്വലാക്ക് ചൊല്ലി. മാളുവിന്റെ എതിർപ്പ് വകവയ്ക്കാതെ കുഞ്ഞോൻ വീട്ടുകാരോടെല്ലാവരോടും മാളുവിനെ കല്യാണം കഴിക്കേണ്ട കാര്യം സംസാരിച്ചു. കുഞ്ഞോനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആരും അതിന് സമ്മതിച്ചില്ല. എല്ലാവരും അവനെ മാറി മാറി ഉപദേശിച്ചു നോക്കി. അവന്റെ കൂട്ടുകാർ അവനെ പരിഹസിച്ചു. പലരും ഈ ബന്ധം അധികം നിലനിൽക്കില്ലെന്ന് വരെ പറഞ്ഞു. പക്ഷെ കുഞ്ഞുവിന് ഇനി തോൽക്കാൻ മനസ്സില്ലായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ അവസാനം കുഞ്ഞോന്റെ നിർബന്ധത്തിന് മുന്നിൽ എല്ലാവരും തലകുനിച്ചു. കുഞ്ഞുനാൾ മുതൽ അവർ സ്വപ്നം കണ്ട പോലെ അവർ ഒന്നായി. ഇപ്പോ മക്കളും കുട്ടികളുമൊക്കെയായി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ഉമ്മ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന സീനാൻ ആകാംക്ഷയോടെ ചോദിച്ചു, അല്ലമ്മ, എന്നിട്ട് അവരിപ്പോ എവിടെ? അവരിപ്പോ സന്തോഷത്തോടുകൂടി ഇവിടെ ജീവിക്കുന്നു. എവിടെ? എനിക്ക് അവരൊന്ന് കാണിച്ചു തരുമോ? കുഞ്ഞുവെന്ന ആ വലിയ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടാനാ. അവരെ ഇപ്പൊ തന്നെ കാണണോ നിനക്ക്? അല്ല, ഉമ്മയും മോനും ഇവിടെ എന്തെടുക്കുക? അവിടെ അടുക്കളയിൽ ദോശ കരിഞ്ഞ് ചട്ടി വരെ കരിയാൻ തുടങ്ങി. അയ്യോ, എന്റെ ദോശ, അത് ഞാൻ മറന്നു എന്ന് പറഞ്ഞ് ഷാഹിന സിനാന്റെ അരികിൽ നിന്നും എണീറ്റ് പോകാൻ ഒരുങ്ങുന്നേരം സിനാൻ പെട്ടെന്ന് ചോദിച്ചു, അല്ലുമ്മ, അപ്പോ കുഞ്ഞു? ആ കുഞ്ഞോ ദാ നിൽക്കുന്നു, നിന്റെ കുഞ്ഞു. ഉപ്പയോ? ഷാഹിദ് അറിയാതെ കിടക്കയിൽ നിന്ന് എണീറ്റു. ഉപ്പാന്റെ പേര് ഷാഹിദ് അല്ലേ? അതെ, കുട്ടിക്കാലം മുതൽ കുഞ്ഞോനെന്ന് വിളിപ്പേരുള്ള എന്റെ കുഞ്ഞു, നിന്റെ ഉപ്പ ഷാഹിദ്. അപ്പോ മാളു നിങ്ങളായിരുന്നു? പിന്നല്ലാതെ. നിന്റെ ഉപ്പാക്ക് വേറെ പെണ്ണും കുട്ടിയൊന്നും ഇല്ലല്ലോടാ മണ്ട. ഒന്ന് പറഞ്ഞു കൊടുക്കെന്റെ കുഞ്ഞു, ഞാൻ എന്റെ ദോശ പോയി നോക്കട്ടെ. കുഞ്ഞോൻ അത്ഭുതത്തോടു കൂടി തന്നെ നോക്കുന്ന തന്റെ മകനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഉമ്മാനോടെ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇത് പറയരുതെന്നും കുഞ്ഞു എന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് വിളിക്കരുതും എന്നും പറഞ്ഞതാ. ഉപ്പ, ദിൽഷാദ് മരിച്ചു. പുലർച്ചെ നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിന്നെ കിട്ടാഞ്ഞിട്ടേ നിന്റെ ഫ്രണ്ട് റഫീഖ് എന്നെ വിളിച്ചിരുന്നു. ഞാൻ ദിൽഷാദിന്റെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. ആ ഉമ്മാന്റെ ഉപ്പാന്റെ സങ്കടം കണ്ട് നിൽക്കാൻ വയ്യാതെയാ പോകുന്നത്. അതുകൂടെ ഇന്നലെ കല്യാണം കഴിഞ്ഞ ആ കുട്ടിയും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഹോസ്പിറ്റലിലാ. എടുത്തു ചാട്ടമാണ് മോൻ ആത്മഹത്യ. അവൻ എല്ലാ വേദനകളിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അവൻ അവന്റെ വീട്ടുകാരെയും കൂടി വലിയ വേദനയിലേക്ക് വലിച്ചൊടുകയല്ലേ ചെയ്തത്. എല്ലാം നഷ്ടപ്പെട്ട ആ രാത്രികളില് ഞാനും കുറെ തവണ ഇതിന് മുതിർന്നതാ. അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് സന്തോഷത്തോടെയുള്ള ഈ ജീവിതം കിട്ടുമായിരുന്നു. നിന്റെ ഉമ്മാനെ എനിക്ക് കിട്ടുമായിരുന്നു. നിങ്ങളെ 3 മക്കളെ എനിക്ക് കിട്ടുമായിരുന്നു. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, അവരുടെയൊക്കെ അവസ്ഥ എന്താകുമായിരുന്നു? അതേ മോനെ, ആത്മഹത്യ ഒരു പ്രശ്നങ്ങളുടെയും അവസാനമല്ല, പരിഹാരവുമല്ല. അത് വലിയ പ്രശ്നങ്ങളുടെയും ദുരന്തങ്ങളുടെയും തുടക്കമാണ്. നീ വേഗം എണീക്ക്, കുളിച്ചു ചെന്ന് ദിൽഷാദിന്റെ ഉമ്മാനെയും ഉപ്പാനെയും എല്ലാം ഒന്ന് സമാധാനിപ്പിക്ക്. ചെല്ല്, അവന് വേണ്ടി ദുആ ചെയ്യ് ട്ടോ.
ഉപ്പൻ്റെ കുട്ടി. നിങ്ങൾ ഇതുവരെ കേട്ടത് മഹർ എന്ന ചെറുകഥയുടെ ശബ്ദാവിഷ്കാരം. രചന ഇഷാം പട്ടാമ്പി ആൻഡ് സൽമാനുൽ ഫാരിസ്. അവതരണം അസ്ലം ചട്ടഞ്ചാൽ ആൻഡ് ബെൻസി ബിനോയ്. എഡിറ്റിംഗ് ടാൻജന്റ് ഡിജിറ്റൽ സ്റ്റുഡിയോ അജ്മാൻ. സമർപ്പണം മാരിടെക് എക്സ്പേർട്സ് ദുബായ്.